പരിശുദ്ധ ഇസ്ലാമിനെ അന്ത്യനാളുവരെ നിലനിർത്താൻ അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളാണ് ബദരീങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് ബദർ എന്നത്. എങ്ങനെയാണ് ബദറിലേക്ക് ഇസ്ലാം എത്തിച്ചേർന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും പരിശുദ്ധമായ മദീനയിലേക്ക് ഹിജ്റ പോയി. മക്കയിൽ നിന്നും മുസ്ലിമീങ്ങളുടെ സമ്പത്തുകളെല്ലാം കൊള്ളയടിച്ച് ഇസ്ലാമിനെതിരെ ഉപയോഗിക്കാനുള്ള പടയൊരുക്കങ്ങൾ പലപ്പോഴും നടത്തിക്കൊണ്ടിരുന്നു ശത്രുക്കൾ. അങ്ങനെയാണ് അബൂ സുഫിയാനിൻ്റെ നേതൃത്വത്തിൽ വൻ കച്ചവട സന്നാഹം മക്കയിൽ നിന്നും പുറപ്പെടുന്നത്. അബൂ സുഫിയാനെയും കച്ചവട സംഘത്തെയും ലക്ഷ്യം വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും പുറപ്പെടുന്നു. ഈ വിവരം അബൂ സുഫിയാൻ അറിയുന്നു. ലംലമിനെ ഈ കാര്യം മക്കയിൽ അറിയിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. ലംലം മക്കയിലേക്ക് ഓടിയടുക്കുന്നു. മക്കയിലാകട്ടെ ദിവസം മുമ്പ് മക്കയിൽ അബ്ദുൽ മുത്തലിബിന്റെ മകൾ ആത്തിക്ക ഒരു സ്വപ്നം കണ്ട ചർച്ചയാണ്. അഥവാ മലമുകളിലേക്ക് ഒരാൾ കയറി വന്നുറക്കേ ജനങ്ങളെ വിളിച്ച് ഒരു അപകടം വരുന്നതിൻ്റെ സൂചന പറയുന്നു. ഉരുളൻ കല്ലുകൾ മലമുകളിൽ നിന്നും ഓരോ വീടുകളിലേക്കും പതിക്കുന്നു. ഇതായിരുന്നു ആത്തിക്ക കണ്ട സ്വപ്നം. ഇത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ലംലം ഓടി വരുന്നത്. ആ സ്വപ്നത്തിൻ്റെ പുലർച്ചയെന്നോണം എല്ലാവരെയും വിളിച്ച്, നമ്മളിതാ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ചരക്കുകൾ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന വലിയ ആക്രോശവുമായിട്ടാണ് ലംലം വന്നത്. അബൂജഹലും ഉത്ബത്തും ഷൈബത്തും എല്ലാവരും ചാടി എഴുന്നേറ്റു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബാക്കളെയും വകവരുത്താനുള്ള തൻ്റെ മനസ്സിലുള്ള അതിയായ ശക്തമായ ആഗ്രഹം അത് പൂവണിയാൻ ഇതൊരവസരമാക്കിയെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. മക്കയിലെ മുഴുവൻ ആളുകളെയും വൈകാരികമായി വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. പക്ഷേ ചിലരൊക്കെ പിന്തിരിഞ്ഞു. ചുരുക്കി പറയാം, പിന്നീടാണ് വിവരം കിട്ടുന്നത് അബൂ സുഫിയാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പെട്ടിട്ടില്ല. പക്ഷേ എന്തായാലും ഇറങ്ങിയതല്ലേ, മുഹമ്മദിനെ വകവരുത്തിയിട്ട് തിരിച്ചു വരാവൂ എന്ന തീരുമാനത്തോടെ അബൂജഹലും ഉത്ബത്തും ഷൈബത്തും അടങ്ങുന്ന കിങ്കരന്മാർ പുറപ്പെടുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലാണുള്ളത്. ബദർ ലക്ഷ്യമാക്കിയിട്ട് മദീനയെ ലക്ഷ്യമാക്കിയാണ് ശത്രുക്കൾ വരുന്നത്. 1000-ഓളം വരുന്ന ശത്രു സൈന്യം, എല്ലാ ആയുധ പരിശീലനങ്ങളും ലഭിച്ച, എല്ലാ കായിക ബലവുമുള്ള, എല്ലാ നിലക്കും ശക്തി പ്രാപിച്ച ആളുകൾ കൂടെയുണ്ട്. ആയുധങ്ങൾ ധാരാളമുണ്ട്. കള്ളും ലഹരികളും പെണ്ണും എല്ലാം ആർത്തുല്ലസിച്ച് വലിയ തിരമാല പോലെ മദീനയോട് അടുക്കുകയാണ് അബൂജഹലും കൂട്ടരും. 300 ചില്ലാനം വരുന്ന സ്വഹാബികൾ മാത്രമാണ് ബദറിലുള്ളത്. കാരണം ചെറിയൊരു സംഘമായിരുന്ന അബൂ സുഫിയാനെയും കച്ചവട സംഘത്തെയും നേരിടുക എന്നതു മാത്രമായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ വരാനിരിക്കുന്നത് വലിയൊരു യുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിവരം അറിയുകയാണ്. മദീനയെ ആക്രമിക്കാൻ വരുന്ന, ഒരു രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന ശത്രു സൈന്യം, അവരെ എന്തു വില കൊടുത്തും തിരിച്ചടിക്കുക എന്നത് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ ബാധ്യതയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വഹാബികൾ മുഴുവനും നിൽക്കുകയാണ്. വജാദൂ ബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി അസ്വതി. സമ്പത്തും ശരീരവുമെല്ലാം ഇസ്ലാമിന് വേണ്ടി, പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി സമർപ്പിച്ചവരാണ് സ്വഹാബികൾ എന്ന് പറയുന്നത്. അവർ മുത്തുനബിയോടൊപ്പം ചേർന്നു. മുഹാജിറുകളും അൻസാറുകളും മുത്തുനബിയോടൊപ്പം ചേർന്ന് ബദറിൽ അണിനിരക്കുകയാണ്. അപ്പുറത്തുള്ള ശക്തിയെ സ്വഹാബാക്കളുടെ മനസ്സിൽ ഭയപ്പാടായിടാനുള്ള ശ്രമങ്ങൾ പിശാച് ശ്രമിക്കുന്നുണ്ട്. പല ക്ലേശങ്ങളും മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മഴയില്ലാത്ത പ്രയാസം, പലരും അശുദ്ധരാണ്, കുളിക്കാനും വുളൂ ചെയ്യാനും വെള്ളമില്ലാത്ത സാഹചര്യമുണ്ട്.
ഇവിടെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് സ്വഹാബ പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂലേ, വല്ലാത്ത പരീക്ഷണ ഘട്ടത്തിലാണ് നമ്മളുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും സമാധാനത്തിന്റെ വാക്തത്വം നൽകിക്കൊണ്ട് അവിടുന്ന് ബദറിന്റെ രണാങ്കണ ഭൂമിയിൽ അവിടുത്തെ ടെന്റിൽ സുജൂദിൽ കടന്നുകൊണ്ട് പ്രാർത്ഥനയിലാണ്. നാളെ റമളാൻ 10 എന്തു നടക്കും? സ്വഹാബാക്കൾ നോമ്പനുഷ്ഠിച്ച് അങ്ങേയറ്റം ക്ഷീണിച്ച്, പലരും അസുഖബാധിതരാണ്, പലരും അശക്തരാണ്. എങ്ങനെയാണ് നാളത്തെ യുദ്ധഭൂമിയിൽ ഇത്രയും വലിയ ശത്രു സൈന്യത്തെ തോൽപ്പിക്കുക? എങ്ങനെയാണ് ഈ രാജ്യത്തെയും ഇസ്ലാമിനെയും സംരക്ഷിക്കുക? എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നു. സ്വഹാബാക്കളെ മുഴുവൻ അണിനിരത്തുകയാണ്, സഫ് നിർത്തുന്നു. ഇതിനിടയിലാണ് സ്വഹാബികളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുക്കുന്ന ഒരു വല്ലാത്ത സംഭവം നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും സഫ് നിർത്തി, അണിയായി നിർത്തി നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. കൂട്ടത്തിൽ സവാദ് എന്ന് പറയുന്ന ഒരു സ്വഹാബി അല്പം മുന്നോട്ട് മാറി നിന്നത് റസൂലുള്ളാഹിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. തൻ്റെ കയ്യിലുള്ള കമ്പ് കൊണ്ട് മുത്തുനബി ശരീരത്തിലേക്ക് തട്ടിയിട്ട് പറഞ്ഞു, ഇസ്തവിയ സവാദ്, നേരെ നിൽക്കൂ സവാദ് എന്ന് പറയുന്നു. അങ്ങനെ സഫ് നേരെയാക്കി. അപ്പോഴാണ് സവാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്, നബിയെ, അങ്ങ് നീതിമാനല്ലയോ? അങ്ങ് നീതി നടപ്പാക്കുന്ന ആളല്ലയോ? എങ്കിൽ എനിക്ക് അങ്ങയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അങ്ങ് എന്നെ സഫ് നേരാക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്ന സമയത്ത് ഒരു കമ്പ് കൊണ്ട് എൻ്റെ വയറ്റത്തേക്ക് തൊട്ടിട്ടുണ്ട്. അതെനിക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല. അത് പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ എനിക്ക് അതേപോലെ തിരിച്ചു നൽകാനുള്ള, ഖിസാസ് നടത്താനുള്ള അനുമതി നൽകണം. സ്വഹാബാക്കൾ മുഴുവൻ ഞെട്ടിത്തിരിക്കുകയാണ്. നാളെയുടെ ഭൂമികയിൽ എന്ത് സംഭവിക്കുമെന്നറിയാതെ പതറി നിൽക്കുന്ന സ്വഹാബാക്കൾക്കിടയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദ്യമുയർത്തുന്ന ഒരു മനുഷ്യനോ? എല്ലാ സ്വഹാബാക്കളും ഒരു നിമിഷം വിറങ്ങലിച്ചു നിന്നു പോവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സവാദേ, നിനക്ക് തിരിച്ചതുപോലെ ചെയ്യാം. ഒരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാനൊരു ഭരണാധികാരിയാണ്, എന്നെ എന്തുകൊണ്ടവൻ ചോദ്യം ചെയ്തു എന്നതല്ല, മറിച്ച് തിരിച്ച് അതേപോലെ ചെയ്യാനുള്ള അനുമതി നൽകുകയാണ്. സവാദിന്റെ കയ്യിലേക്ക് കമ്പ് കൊടുത്തിട്ട് പറഞ്ഞു, നബി ചെയ്തോളൂ സവാദേ. സവാദ് പറയുന്നു, നബിയെ, അങ്ങ് എൻ്റെ വയറ്റിലേക്ക് തൊടുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ കുപ്പായമുണ്ടായിരുന്നില്ല, ഷർട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങയുടെ ഷർട്ടൊന്ന് മാറ്റിത്തരണം. മുത്തുനബിയുടെ പൂമേനയിൽ നിന്ന് ആ ഷർട്ടങ്ങ് മാറ്റിയപ്പോ സവാദി കമ്പുമായിട്ട് മുത്തുനബിയിലേക്ക് അടുക്കുകയാണ്. സ്വഹാബാക്കളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ സ്വഹാബികൾ എങ്ങനെ പ്രതികരിക്കണമെന്ന നിലക്ക് ശക്തമായി നിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് സവാദ് ഓടി അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എത്തിയപ്പോ ആ കമ്പങ്ങ് വലിച്ചെറിഞ്ഞിട്ട് മുത്തുനബിയുടെ ശരീരത്തിലേക്ക് നാഞ്ഞു പിടിച്ചിട്ട് 1000 മുത്തങ്ങ് അങ്ങ് നൽകുകയാണ്. നബിയെ, എൻ്റെ ജീവിതത്തിൽ ഇതിലപ്പുറം ഒന്നും വേണ്ട നബിയെ, ഇതെന്റെ കരാറായിരുന്നു നബിയെ. അങ്ങയുടെ ശരീരത്തിലേക്ക് എൻ്റെ ശരീരം ഒന്ന് ചേർത്ത് വെക്കണം, അങ്ങയുടെ തൊലിയും എൻ്റെ തൊലിയും ഒന്ന് ചേർത്ത് നിർത്തണമെന്നത് എൻ്റെ അങ്ങേയറ്റത്തെ ആഗ്രഹമായിരുന്നു നബിയെ. ഇത് പൂവണിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്നോട് പൊറുക്കണം നബിയെ. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാദിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയാണ്. സവാദിന് വേണ്ടി മുത്തുനബി ദുആ ചെയ്തു കൊടുക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുത്തുനബിയോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്ത്, നാളെ മരിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് അവിടുത്തെ ശരീരമൊന്ന് ചേർത്തു പിടിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് സ്വഹാബത്ത്. ചുരുക്കി പറയട്ടെ, അങ്ങനെ യുദ്ധത്തിന്റെ അലയൊലികൾ ഉയരാൻ പോകുന്നു. അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മിൻ തഹ്ലിക ഹാദിഹിൽ ഇസാബ ലാ തുഅബദ്. നബിയേ, ഈ ചെറു സംഘമങ്ങാനം നശിക്കുകയാണെങ്കിൽ നിന്നെ ആരാധിക്കപ്പെടാൻ, നിന്നെ ഒരിക്കലും ആരാധിക്കപ്പെടുകയില്ല, ഇവിടെ ആരും മുസ്ലിമായി അവശേഷിക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين.
അള്ളാഹുവിന്റെ റസൂല് സഹായം തേടിയപ്പോ അല്ലാഹു തആല അണിയണിയായി ഇറങ്ങുന്ന മലക്കുകൾ, ആയിരക്കണക്കിന് മലക്കുകളെ കൊണ്ട് അള്ളാഹുവിന്റെ സഹായം വരുന്നു. വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ വലിതത്മഇന്ന ബിഹി ഖുലൂബഹും. ആ മലക്കുകളുടെ സാന്നിധ്യം മുത്തുനബി അറിഞ്ഞപ്പോ അടുത്തുണ്ടായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അബ്ശിർ യാ അബൂബക്കർ അതാക നസ്റുല്ലാഹ്. സിദ്ദീഖേ സന്തോഷിച്ചോളൂ, അള്ളാഹുവിന്റെ സഹായം എത്തിയിരിക്കുന്നു. മുസ്ലിമീങ്ങളുടെ കൊടി പിടിച്ച് മുന്നിൽ നിൽക്കുന്ന നേതാവാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നാളെ വരാനിരിക്കുന്ന വിജയത്തെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബാക്കളും യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുന്നു. അവിടെയാണ് മുസ്ലിമീങ്ങൾ അല്പം ഉയർന്ന ഭാഗത്താണ് സ്ഥലം തെരഞ്ഞെടുത്തത്. ശത്രുക്കളാകട്ടെ കിണറുള്ള നല്ല വെള്ളം കിട്ടുന്ന നല്ല ഒരു ഭാഗമാണ് അവർക്ക് ലഭിച്ചത്. നല്ല വെള്ളമുള്ള ഒരു കിണറൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. മുസ്ലിമീങ്ങൾ അല്പം ഉയർന്ന ഭാഗത്താണ്. വെള്ളം കിട്ടാത്ത പ്രയാസപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ സഹായം വന്നു. മഴ വർഷിച്ചപ്പോ അവരുടെ കിണറും കരയുമെല്ലാം ഒരേപോലെ സമമായി, അവരുടെ വെള്ളമെല്ലാം ഒട്ടകങ്ങളുടെ കാഷ്ടങ്ങളൊക്കെ നിറഞ്ഞ് അശുദ്ധമായി പോയി. ഇപ്പുറത്താണെങ്കിലോ മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നിർദ്ദേശപ്രകാരം സഹാബാക്കളുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രത്യേകം ഹൗദ് കെട്ടി വെള്ളം സൂക്ഷിച്ചിരുന്നു. അത് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു നൽകിയ വലിയ വാക്തത്വമാണ്, സഹായമാണ്. അവിടെയാണ് ശത്രുക്കൾക്ക് പിറ്റേ ദിവസം യുദ്ധത്തിന്റെ നടപടിക്രമങ്ങളിലേക്കൊന്നും പോകാൻ സമയമില്ല. കാരണം എന്തുകൊണ്ടാ? ഇവിടെ വലിയ പരീക്ഷണ ഘട്ടത്തിലാണ്, വലിയ ശിക്ഷയുടെ ഘട്ടത്തിലാണ് ശത്രുക്കൾ ഉള്ളത്. 1000-ഓളം വരുന്ന ആളുകൾ വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുകയാണ്. അപ്പുറത്ത് ചെറിയ സംഘമാണെങ്കിലും അവർക്ക് വലിയ ആനുകൂല്യമായി വെള്ളം ലഭിച്ചു പോയി. ഇത് സഹിക്കവയ്യാതെ ശത്രുപക്ഷത്ത് നിന്ന് അസ്വദ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഹൗദ് പൊളിക്കാൻ വേണ്ടി, ഇതിൽ നിന്ന് വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ നിയമങ്ങളും ലംഘിച്ച് മുന്നോട്ട് വരികയാണ്. ഇതിൽ നിന്ന് വെള്ളമെടുക്കാനും അത് പൊളിക്കാനും മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്താനും വേണ്ടി ശത്രുഭാഗത്ത് നിന്നതാ അസ്വദ് കടന്നു വരികയാണ്. എല്ലാ മാന്യതയും ലംഘിച്ചുകൊണ്ട് അസ്വദ് ഹൗദിന്റെ അടുക്കിലേക്ക് എത്തിയപ്പോഴാണ് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടിറ്റമ്പിയ സുവദിൻ മാറടാ. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചാടി എണീറ്റ് അസ്വദിനെ വകവരുത്തുകയാണ്. പിന്നീടങ്ങോട്ട് വിവിധ ഘട്ടങ്ങളിലായി യുദ്ധങ്ങൾ നടക്കുന്നു, വെല്ലുവിളികൾ നടക്കുന്നു. ആ ബദർ രണാങ്കണ ഭൂമിയിൽ മലക്കുകളുടെ സാന്നിധ്യം, സ്വഹാബാക്കളുടെ ഈമാനിക പവർ എല്ലാം സമർപ്പിച്ചത് അല്ലാഹുവിലാണ്. മുത്തുനബിയാണ് നേതൃത്വത്തിലുള്ളത്. സർവ സഹാബികളും എല്ലാത്തിനും സജ്ജരാണ്. അവിടെ ശക്തമായ പോരാട്ടം നടക്കുന്നു. വസൽ ഹുനൈനം വസൽ ബദ്റം വസൽ ഉഹദ അൻവാ തഅദീബിഹിം വൽഹത്ഫു കൈഫ ജറാ. ബദ്റിൽ നടന്നത് എന്താണ്, ഉഹദിൽ നടന്നത് എന്താണ്? ഓരോ യുദ്ധഘട്ടങ്ങളിലും സ്വഹാബാക്കളെല്ലാം സമർപ്പിച്ചിറങ്ങിയപ്പോ ശത്രു സൈന്യങ്ങളെല്ലാം പേടിച്ചമ്പരന്ന് നഷ്ടങ്ങളുടെ ഏറ്റവും വലിയ ആഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ചരിത്രമാണ് ഓരോ ഭൂമിക്കും പറയാനുള്ളത്. ബദറിലതാ സ്വഹാബാക്കൾ ശക്തമായി ശത്രുക്കളെതിരെ പോരാടുകയാണ്. ഹുമുൽ ജിബാലു ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ദഹിരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബ്റാ.
പർവ്വത സമാനരായി നിൽക്കുകയാണ് സ്വഹാബികള്. ആത്മീയ കരുത്തിൽ പർവ്വതങ്ങളെക്കാൾ ആത്മീയ കരുത്തിൽ അവർ പോരാട്ട വീര്യത്തിലാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദത്തം ചെയ്ത സ്വർഗം ലഭിച്ച ആളുകളാണ് ബദരീങ്ങൾ. അല്ലാഹു തആല ഏറ്റവും ആദരിച്ച ആളുകളാണ് ബദരീങ്ങൾ. സ്വഹാബാക്കളിൽ ഏറ്റവും ആദരവ് ബദരീങ്ങൾക്കാണ്. മലക്കുകൾ ഏറ്റവും ആദരവ് ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്കാണ്. ആ ബദരീങ്ങളെ സ്മരിക്കാതെ, അവരെ സ്നേഹിക്കാതെ, അവരെ പിൻപറ്റാതെ ഒരാൾക്ക് യഥാർത്ഥ വിശ്വാസിയാകാൻ കഴിയൂല, ഒരാൾക്ക് യഥാർത്ഥ മുസ്ലിം ആകാൻ കഴിയൂല. അല്ലാഹു ആ ബദരീങ്ങളോട് മഹബ്ബത്ത് വെക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ബദർ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അഭിമാനമായി വിജയം പ്രാപിക്കുകയാണ്. 70 ശത്രുക്കൾ, അബൂജഹൽ അടങ്ങുന്ന വമ്പൻ നേതാക്കളടക്കം ആ യുദ്ധഭൂമിയിൽ തലയറക്കപ്പെട്ട് വീണുപോകുകയാണ്. 14 സ്വഹാബികൾ ഷഹീദാവുകയാണ്. ആ ബദരീങ്ങളെ സ്മരിച്ച ചരിത്രമാണ് സ്വഹാബാക്കൾക്കുള്ളത്. കണ്ടില്ലേ, ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വീട്ടിൻ്റെ അടിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടുന്ന് ദഫ് മുട്ടിയിട്ട് ബദരീങ്ങളുടെ മഹത്വങ്ങൾ ഇങ്ങനെ പാടുകയാണ്, ബദരീങ്ങളുടെ ചരിത്രങ്ങൾ അയവിറക്കുകയാണ്. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചൊല്ലുന്നു. മുത്തുനബിയെ കണ്ടപ്പോ അവിടുന്ന് അങ്ങ് പാടുകയാണ്, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ, വരാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിവുള്ള ഒരാള് ഞങ്ങളിലേക്ക് ഇതാ വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ അങ്ങ് പാടി പറയാൻ തുടങ്ങിയപ്പോ റസൂലുള്ളാഹി പറയുന്നു, ദഈ ഹാദിഹി വഖൂലി ബില്ലദീ കുന്തി തഖൂലീൻ, നിങ്ങൾ ഇതുവരെ പറഞ്ഞത് എന്താണോ അത് പറഞ്ഞുകൊള്ളുക. ഇത് നിർത്തിയിട്ട് നിങ്ങൾ ഇതുവരെ പറഞ്ഞത് ബദരീങ്ങളുടെ മഹത്വമാണ്, അത് പറഞ്ഞുകൊള്ളുക. മുത്തുനബി പ്രോത്സാഹിപ്പിക്കുകയാണ്. ആ ബദരീങ്ങളുടെ മഹത്വം പറയൽ, അവരെ അനുസ്മരിക്കൽ, അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കൽ എല്ലാം നമുക്ക് പുണ്യം കിട്ടുന്ന കാര്യമാണ്. അല്ലാഹു തആല നമുക്ക് ബദരീങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കട്ടെ. ആ ബദരീങ്ങളുടെ സഹായം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.